الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിന് എത്ര കാലം ബാക്കിയുണ്ടോ അള്ളാഹു അത്രയും കാലം തഖ്വയോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലൊക്കെ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്ലിമുമായ ശിഫ നൽകുമാറാകട്ടെ. അതുകൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഗമമായ നിലനിൽപ്പിനും നടത്തിപ്പിനും വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് സാമ്പത്തികം. മനുഷ്യന്റെ വ്യവഹാരങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ എന്നല്ല, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഏർപ്പാടുകൾക്കും സമ്പത്ത് അത്യാവശ്യമാണ്. മരിച്ചാൽ പോലും ഖബർ കുഴിക്കാൻ പണം ആവശ്യമാണ്, കഫൻ പുടവ് വാങ്ങാൻ പണം ആവശ്യമാണ്. എല്ലായിടത്തും സമ്പത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും കേവലമായ ഭാഗങ്ങളെ മാത്രം സ്പർശിച്ചുകൊണ്ട് ബാക്കിയെല്ലാം മനുഷ്യനിലേക്ക് വിട്ടുകളയുന്ന ഒരു രീതി പരിശുദ്ധമായ ദീനിനില്ല. അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ വിഷയത്തിലും പരിശുദ്ധമായ ദീനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടി കൃത്യമായ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കാറുള്ളത്, ഇസ്ലാം ഒരു ദാരിദ്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്, പ്രത്യശാസ്ത്രമാണ്. ദരിദ്രനായി ജീവിക്കണം, അല്ലെങ്കിൽ ദരിദ്രനായാൽ എന്തോ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്, സമ്പത്ത് നേടാൻ പാടില്ല, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ പോലും പാടില്ല എന്നൊക്കെയുള്ള എവിടെ നിന്നൊക്കെയോ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചില അബദ്ധമായ ധാരണകൾ കൊണ്ടാകാം നമ്മൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ സ്രോതസ്സുകളായ പരിശുദ്ധമായ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സഹാബാക്കളുടെയും ഒക്കെ അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ചില പാകപ്പിഴവുകളുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ ഒന്ന് പുനർനിർവചിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അധ്വാനവുമായി ബന്ധപ്പെട്ട്, സമ്പത്ത് നേടുന്നതുമായി ബന്ധപ്പെട്ട് ഭൗതികമായ നിലപാട് നമ്മൾ പരിശോധിച്ചാൽ, എന്തിനാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സന്തോഷത്തോടു കൂടി ജീവിക്കണം, പ്രയാസമില്ലാതെ ജീവിക്കണം, ആർക്കും ആരുടെ മുമ്പിലും കൈനീട്ടാൻ വേണ്ടി പാടില്ല, ആരോടും കടം വാങ്ങേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകാൻ പാടില്ല. ഇത്രയും ഒരു ചെറിയ
വീക്ഷണമാണ്. ഈ ഒരു വീക്ഷണത്തിലാണ് ഭൗതിക ലോകം ഏണിങ്ങിനെ കുറിച്ചിട്ട്, സമ്പാദ്യത്തിനെ കുറിച്ചിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന പ്രത്യയശാസ്ത്രം. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടും രീതിയുമാണ് സാമ്പത്തിക മേഖലയിൽ ഉള്ളത് എന്ന് പഠിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഉൾക്കാഴ്ചയിൽ അത് എത്രമാത്രം അടിമകളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ടാക്കി തരുന്നത്. സത്യത്തിൽ നമ്മൾ ഈ ഒരു പറയപ്പെടുന്ന ചർച്ചകളിൽ കൂടി ആ നീയത്തുകൾ നമ്മൾ പുലർത്തുകയാണെങ്കിൽ എല്ലാവരും സമ്പാദിക്കുന്ന പോലെ നമ്മൾ സമ്പാദിക്കുന്നു എന്നത് മാത്രമല്ല, അത് ഒരു പുണ്യമായ ഇബാദത്താക്കി മാറ്റാനും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ ഒഴുക്കുന്ന ഓരോ വേറപ്പ് തുള്ളിയും അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന, ഏതുപോലെ ഒരു പടയാളി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് അയാൾ തന്റെ രക്തം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കുമ്പോൾ അയാൾക്ക് എന്തൊക്കെ കൂലികൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ആ കൂലികളൊക്കെ അധ്വാനിക്കുന്ന ആളുകൾക്കും പ്രതീക്ഷിക്കാം എന്ന നിലയിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അള്ളാഹു പറയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പാകത്തിൽ വിധേയമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ, നിങ്ങൾക്ക് ആ ഭൂമിയിൽ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ മികവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഭൂമി അങ്ങനെയാണ് അള്ളാഹു തർത്തിമാക്കിയിരിക്കുന്നത്. മറ്റു ജന്തുക്കളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവയെ അള്ളാഹു താല ചില പ്രത്യേക സ്ഥലങ്ങളുമായി അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതിന് വളരാനോ സഞ്ചരിക്കാനോ സാധ്യമല്ല. മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കടലിന് അപ്പുറത്ത് അവർ ലോകമില്ല. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് ജലത്തിൽ മാത്രമാണ്. കരയിൽ ജീവിക്കുന്ന മറ്റു ജീവികളൊക്കെ നമ്മൾ പരിശോധിച്ചാലും അതും ചില പ്രത്യേക ഏരിയകളിൽ മാത്രമാണ്. നമ്മുടെ വീട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന ഹെർബിവോറസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിനൊരിക്കലും വന്യമൃഗങ്ങളെ കൂട്ടത്തിൽ ജീവിക്കൽ പ്രയാസമാണ്. വളർത്തു മൃഗങ്ങൾക്ക് കാട്ടിലൊരിക്കലും ജീവിക്കൽ സാധ്യമായ കാര്യമല്ല. ഇനി കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ നിങ്ങൾ നോക്കി, ആനയൊക്കെ വലുതാണ്, സിംഹമൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരിക്കലും ഒരു നാട്ടിൽ പോലെ താമസിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു തആല മനുഷ്യന് പ്രത്യേകം നൽകിയ ഒരു ഗുണമാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എവിടെ പോയാലും മനുഷ്യന് നിലനിൽക്കാൻ വേണ്ടി പറ്റും. ആദ്യം പ്രയാസമൊക്കെ ഉണ്ടാകുമെങ്കിലും ആ മേഖലയെ മനുഷ്യൻ കീഴ്പ്പെടുത്തും. സ്പേസിലൊക്കെ പോയി 8 മാസം 9 മാസം സർവൈവ് ചെയ്തല്ലോ, ചത്തുപോയിട്ടൊന്നുമില്ല, സർവൈവ് ചെയ്തു. ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും. ഇനി വെള്ളത്തിലേക്കാണെങ്കിൽ വെള്ളത്തിന്റെ കീഴിൽ പാർലമെന്റ് നടത്തിയ രാജ്യങ്ങൾ വരെ നമ്മുടെ മുമ്പിലുണ്ട്. വെള്ളത്തിന്റെ ഉള്ളിൽ ജീവിക്കാനും നമുക്ക് സാധിക്കും ചില മണിക്കൂറുകളോളം. വെള്ളത്തിന്റെ പുറത്തും നൗകകളിൽ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. കാടുകളാണോ, അതും അള്ളാഹു നമുക്ക് വിധേയമാക്കി തന്നിരിക്കാൻ നമുക്ക് സാധിക്കും അവിടെ. അതാണ് അള്ളാഹു പറയുന്നത്, ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമി അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ ഓരങ്ങളിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കും, നിങ്ങൾ കണ്ടുപിടിക്കും പുതിയ പുതിയ മാധ്യമങ്ങളെ. കുലൂ മിർ റിസ്ഖിഹി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളി. അപ്പൊ ഈ അധ്വാനം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളോട് നടത്തിയിട്ടുള്ള കൽപ്പനയുടെ പൂർത്തീകരണമാണ് എന്നതാണ് ഒന്നാമത്തെ നിയമം. നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അധ്വാനിക്കുന്നത്? അള്ളാഹു അതിനോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഭൂമിയിൽ റിസ്കിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ റിസ്ക് തേടിയുള്ള യാത്രയാണ് എന്റെ ഈ അധ്വാനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ജുമയുടെ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, മറ്റു ദിവസങ്ങൾ അപേക്ഷിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ കച്ചവടം ചെയ്യൽ ഹറാമാണ്. കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം നിഷിദ്ധമാണ്, പാടില്ല. അത് ഏത് രാജ്യത്തായാലും, സൗദി അറേബ്യയിലായാലും ഇന്ത്യയിലായാലും എല്ലായിടത്തും നിഷിദ്ധമാണ്. എന്നാൽ അവിടെ അള്ളാഹു പ്രത്യേകം നൽകുന്ന ഒരു പരാമർശം, നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ, ജുമാ നമസ്കാരം കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട ദിക്റും ദുആകളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുഴുകാൻ പറ്റുന്ന നല്ല ഏർപ്പാട് എന്താണ്? ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുക. എന്തിന്? വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന റിസ്കിന്റെ വിശാലമായ ഉപാധികൾ അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ സഞ്ചരിക്കും. നിസ്കാരത്തിന് ശേഷം ഒരു ഇബാദത്തിൽ നിന്നും മറ്റൊരു ഇബാദത്തിലേക്കുള്ള പ്രേരണയാണ് അള്ളാഹു നൽകുന്നത്. അതൊരു നിർബന്ധ കൽപ്പനയല്ല. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയി കച്ചവടം ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് അത് നല്ലൊരു അവസരമാണ് എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റിവായത്തുകളിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സലഫുകൾ ഇപ്രകാരം പറയുമായിരുന്നു: ആരെങ്കിലും ജുമാ നമസ്കാരത്തിന് ശേഷം
ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണല്ലോ, നിസ്കാരം കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്ന് കച്ചവടത്തിൽ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന നിയ്യത്തിൽ ഒരാൾ പോയിട്ട് കച്ചവടത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റ് സമയത്തുള്ള കച്ചവടത്തിനേക്കാൾ 70 ഇരട്ടി ബറക്കത്തുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട സലഫ് സാലിഹ്യങ്ങൾ പറയുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഇസ്ലാം അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഘടകം, നമ്മുടെ ഈ അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയും അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിനാണ് എണ്ണി പറഞ്ഞത്. സഹാബാക്കളുടെ ആളുകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു തആല യുദ്ധം ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞു. രണ്ടാമത് അള്ളാഹു പരാമർശിച്ചത് ഒരു വിഭാഗം സഹാബാക്കൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു, അവർ യുദ്ധം ചെയ്യുന്നു, അവർ രക്തം നൽകുന്നു, ജീവിതം അള്ളാഹുവിനോട് സമർപ്പിക്കുന്നു. മറ്റൊരു വിഭാഗം സഹാബാക്കൾ അവർ ഭൂമിയിൽ യാത്ര ചെയ്യുന്നു. എന്തിനാണ് അവർ യാത്ര ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഔദാര്യത്തെ കാക്ഷിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടി, ഹലാലായ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി, തന്റെയും കുടുംബത്തിന്റെയും പട്ടിണി മാറ്റുന്നതിന് വേണ്ടി, അവരെ ഹറാമിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എണ്ണിയിരിക്കുന്നത് മുജാഹിദുകളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകളുമായിട്ടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ മുസ്ലിമീങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശത്തേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ട് കച്ചവട ചരക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർക്കിടയിൽ മാർക്കറ്റ് വിലയിൽ വിതരണം ചെയ്താൽ, പൂഴ്ത്തി വെക്കലോ അല്ലെങ്കിൽ വില കൂടുതലായി നൽകലോ ഒന്നും ഇല്ലാതെ അവിടുത്തെ മാർക്കറ്റ് റേറ്റ് എന്താണോ ആ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് തന്റെ നാട്ടിലെ മുസ്ലിമീങ്ങളായ ജനങ്ങൾക്ക് വിതരണം ചെയ്താൽ അവന് ഷഹീദുകളുടെ സ്ഥാനമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിൽ വായിക്കാൻ വേണ്ടി പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കണ്ടു. നല്ല ആരോഗ്യവും കരുത്തും സൗന്ദര്യവും ഒക്കെ ഉള്ള ചെറുപ്പക്കാരൻ. സഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിലേക്ക് തന്നെ തുറിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങി. നല്ല തന്റേടമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കണ്ടപ്പോൾ, അദ്ദേഹം കച്ചവടത്തിന്റെ മറ്റൊരു തിരക്കിൽ ഇങ്ങനെ നീങ്ങുകയാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഈ മനുഷ്യൻ, ഇയാൾ അധ്വാനം മുഴുവൻ കച്ചവടത്തിന് പുറമെ ഈ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി, ധർമ്മസമരത്തിന് വേണ്ടി പടക്കളത്തിൽ വന്നിട്ട് സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബാക്കൾ ഇങ്ങനെ പരസ്പരം അടക്കം പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാചകം കേട്ടിട്ട് അവരോട് ചോദിക്കുകയുണ്ടായി, വമാ സബീലുല്ലാഹി ഇല്ലാ മിൻ ഖത്ൽ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ഈ പടക്കളത്തിലുള്ള പോരാട്ടം അത് മാത്രമാണ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? അതിന്റെ ഒരു ഭാഗമാണ്, അത് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഒരാൾ തന്റെ മാതാപിതാക്കളുടെ വിശപ്പടക്കാൻ, അവരുടെ ദാരിദ്ര്യം മാറ്റാൻ, അവർക്ക് നല്ല വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവൻ ദുനിയാവിന്റെ മാർഗത്തിലല്ല, അത് ആരും ഉണ്ടാക്കിയ പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നീ ജോലിക്ക് പോകുമ്പോൾ നിന്റെ ലക്ഷ്യം എന്റെ ഉമ്മയും ബാപ്പയും പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണെങ്കിൽ നിന്റെ മാർഗം ഫീസബീലില്ല, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഒരാൾ തന്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി, ഭാര്യയെയും മക്കളെയും മറ്റുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ വേർപ്പൊഴുക്കുന്നുണ്ടെങ്കിൽ, അവൻ മാനേജറുടെ തെറിവിളികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അവൻ സസ്പെൻഷൻ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അവൻ ആ പ്രയാസമൊക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ അവരും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പിന്നെ എവിടെയാണ് ഇതിന്റെ അതിർവരമ്പ്? എവിടുന്നാണ് ഇത് വൈശാചികമാകുന്നത്? അതിങ്ങനെ പെരുപ്പിക്കണം. ആവശ്യത്തിനുണ്ട്, കാര്യങ്ങൾ നടന്നു പോകാനുള്ളതുണ്ട്, കടമൊന്നും വാങ്ങാതെ പോകാനുള്ളത് പോരാ, ഇനിയും വേണം. ആ പരിശ്രമം ഒരാൾ നടത്തുന്നുണ്ടെങ്കിൽ അവനാണ് പിശാചിന്റെ മാർഗത്തിൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അതുകൊണ്ട് അധ്വാനം എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ കഴിവാണത്. അധ്വാനിക്കാനുള്ള ശേഷി മറ്റു ജന്തുക്കൾക്ക് അല്ലാഹു തആല ആ തർത്തീബാണ് നൽകിയത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ വസ്തുക്കളെ വിൽക്കുന്നു, അവർ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് വിൽക്കുന്നു, പ്രൊഡക്റ്റുകളെ സെയിൽ ചെയ്യുന്ന ആളുകൾ. ചില ആളുകൾ അവരുടെ സ്കില്ലുകളാണ് ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി, മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്ന ആളുകൾ അവരെ കാണാറുണ്ട്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവരുടെ സ്കില്ലാണ് അവർ സെയിൽ ചെയ്യുന്നത്. സെക്കൻഡുകൾക്ക് വില പറയുന്ന ആളുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള സ്കില്ലുകളാണ് സെയിൽ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാഹു തആല എനിക്ക് എന്താ നൽകിയിട്ടുള്ളത്?
നമ്മൾ പഠിച്ചു വെച്ച ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് പഠിച്ചത് പണിയെടുക്കുക എന്നുള്ളതാണ്. എവിടെയാണ് നമ്മുടെ പുതിയ ജനറേഷന് പറ്റിയ വലിയൊരു അപാകത. പഠിച്ചത് അനുസരിച്ച് പഠിച്ച ആ കോഴ്സ് അനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പഠിച്ചത് മാത്രമേ ചെയ്യുമെന്ന് ചിന്തിക്കുന്നിടത്ത് പ്രയാസമാകും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ പഠിച്ചതിനെ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ ഈ തലമുറ നമ്മൾ പിടിച്ചാൽ കിട്ടുന്നതിന്റെ അപ്പുറത്തേക്ക് പോകും. നമുക്ക് സൈറോദാനം ചെയ്യുവാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുമായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരണം. ഉമർ നല്ലൊരു ദുആ ഉണ്ടല്ലോ, അള്ളാഹുവേ എന്നെ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ തന്നെ മരിപ്പിക്കണേ. പക്ഷെ മഹാനവറുകൾ യുദ്ധത്തിലല്ല മരിക്കുന്നത്, സുബഹി നിസ്കാരത്തിൽ കുത്തേൽക്കുന്നു, രോഗിയായി കിടക്കുന്നു, അങ്ങനെയാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, പഠിച്ചോനെ ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് നീ എന്നെ ഭീരുക്കളെ പോലെ കട്ടിലിൽ കിടത്തിയാണല്ലോ മരിപ്പിക്കുന്നത് റബ്ബേ എന്ന വേദന അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഷഹീദിന്റെ സ്ഥാനത്തിനാണ്. കാരണം കുത്തിയേറ്റിട്ടാണ് രോഗിയായത്. അദ്ദേഹം ആഗ്രഹിച്ചത് അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായിരുന്നു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകമാണ് എനിക്ക് ഇഷ്ടം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണമാണ്. അതാണ് ഒന്നാമത്തെ പറയുന്നത്. യുദ്ധത്തിൽ പോയിട്ട് അള്ളാഹുവിന് വേണ്ടി രക്തവും ജീവനൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ, അധ്വാനത്തിന് വേണ്ടി പോകുമ്പോൾ ആ വാഹനത്തിൽ, ആ ഒട്ടകപ്പുറത്ത്, ആ ഒട്ടകക്കട്ടിൽ, അതിന്റെ ശഅബത്ത് എന്ന് പറയും, 2 ചെരുവുകൾ, അതിന്റെ ഇടയിൽ മരണപ്പെടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദുകളുടെ പട്ടിക എണ്ണിയപ്പോൾ ആരൊക്കെയാണ് ഷഹീദ്? ഒറിജിനൽ ഷഹീദ് എന്ന് പറഞ്ഞ ഉദ്ദേശം മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, ഇട്ട വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്ത് കബറടക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ ഷഹീദ് എന്ന് പറയുന്നത്. വേറൊരു വിഭാഗം ഷഹീദുകളുണ്ട്, അവരെ മരിച്ച മയ്യത്ത് കുളിപ്പിക്കണം, കഫം പുടവൊക്കെ ചെയ്യണം. പക്ഷെ അവര് ഷഹീദിന്റെ സ്ഥാനത്താണ്, ഷഹീദിന്റെ കൂലി കിട്ടും. പക്ഷെ ഈ പറയപ്പെട്ട വിധികൾ ഇവർക്ക് ബാധകമല്ല. ആ ഷഹീദ് ആരാണ്? അത് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിന്റെ അമീറിന്റെ കീഴിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് മരിക്കുന്നതാണ് ആ ഷഹീദ്. അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, കഫൻ പുടവ അടക്കാൻ പാടില്ല, ഒന്നും പാടില്ല. എന്നാൽ ചില ആളുകൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അത് ഒരുപാട് ആളുകൾ അല്ലാഹു നിബിധങ്ങളെ ലിസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടായി. വയറുവേദന വന്ന് മരിച്ച ആള്, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾ, അതുപോലെ തന്നെ പ്രസവത്തിന്റെ ഇടയിൽ മരിച്ച ആളുകൾ, ഇവരൊക്കെ ഷഹീദിന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. വിദേശത്ത് വെച്ച് മരിച്ച ആളുകൾ, മൗത്തുൽ ഗുർബത്തി ഷഹാദത്തുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാസിയായിരിക്കെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി, ഭാര്യയും മക്കളുടെയും വിശപ്പടക്കാൻ വേണ്ടി, കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വേണ്ടി എല്ലാ സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവിടെ ജീവിക്കുകയും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മനോദുഃഖങ്ങളെ പേറിക്കൊണ്ട് അതിങ്ങനെ കൂടി അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എത്ര വിശാലമായിട്ടാണ് ഇസ്ലാം കാര്യങ്ങളെ കാണുന്നത്. ഒരാളെ എങ്ങനെ നന്മന്റെ ഭാഗമാക്കാം, അയാൾ നിലനിൽക്കുന്ന ഭാഗത്തുകൂടി അയാൾ എങ്ങനെ ഹക്കിന്റെ ആളാക്കാം എന്നാണ് ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ഖലഖല്ലാഹു മൗതൻ അമൂതുഹാ ബഅദൽ മൗതി ഫീ സബീലില്ലാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ വെച്ച് യുദ്ധത്തിൽ മരിക്കലാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കച്ചവടത്തിന് പോകുമ്പോൾ, അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് വന്നു ചേരുന്ന മരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്ന് നമ്മൾ നോക്കിയാൽ നമ്മളൊക്കെ അനുസരിക്കേണ്ടത് നബിമാരെയാണല്ലോ. നബിമാരാണല്ലോ നമ്മുടെ മാതൃകകൾ. അള്ളാഹു പറഞ്ഞു, അവരാണ് സന്മാർഗം കിട്ടിയ ആളുകൾ, അവർ സഞ്ചരിച്ച മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പ്രവാചകന്മാരൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ആളുകളും അധ്വാനിച്ചവരാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടയങ്കി നിർമ്മിച്ച് വിറ്റ ആളായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃഷിക്കാരനായിരുന്നു. നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരപ്പണിക്കാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറയണ്ടായി, ഏതൊക്കെ നബിമാര് വന്നിട്ടുണ്ടോ അവരൊക്കെ ആടിനെ മേയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആടിനെ മേയിക്കാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തി നമ്മൾ സാധാരണ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ഒരു തരംതിരിവുണ്ടല്ലോ. അതിൽ ഏറ്റവും ഒരു ജോലിയിൽ ഏറ്റവും പരിശുദ്ധമായ ജോലി ഏതാ? മനുഷ്യൻ തന്റെ വേർപ്പൊഴുക്കിക്കൊണ്ടുള്ള സൂര്യന്റെ ചൂടേറ്റിട്ട് ആ മനുഷ്യൻ ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും ഉയർന്ന ജോലി. മറ്റേത് നമ്മുടെ ഈ സ്കില്ലിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പലപ്പോഴും വഞ്ചനക്കും ചതിക്കും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെയല്ല. രാവിലെ കൂലിപ്പണിക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ, അവരുടെ സമ്പാദത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒരിക്കലും അപകർഷത പോലെ ഉണ്ടാകേണ്ടതില്ല. നിങ്ങൾ ഇറ്റുന്ന ഓരോ വിയർപ്പും അതിന് അള്ളാഹു കണക്കാക്കുന്നുണ്ട്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, ഏതെല്ലാം നബിമാര് വന്നിട്ടുണ്ടോ എല്ലാ ആളുകളും ആടിനെ മേയിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബി അങ്ങും മേയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും ആടിനെ മേയിച്ചിട്ടുണ്ട്. ഒരാളുടെ ആട്ടിൻ പറ്റത്തെ ഞാൻ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകും, വൈകുന്നേരമാകുമ്പോൾ അതിന് പകരം അവരെനിക്ക് കൂലി നൽകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മൾ ജോലിക്ക് പോകുമ്പോ ഞാൻ അമ്പിയാക്കൾ ചെയ്ത പണിയാണ് എടുക്കുന്നത്. അമ്പിയാക്കൾ ദഅവത്ത് ചെയ്തതുപോലെ, അമ്പിയാക്കൾ ഖിദ്മത്ത് ചെയ്തതുപോലെ, അമ്പിയാക്കൾ ഇബാദത്ത് ചെയ്തതുപോലെ അമ്പിയാക്കൾ ചെയ്തിട്ടുള്ള ജോലിയാണ് ഈ അധ്വാനം, കുടുംബത്തിനെ പോറ്റുക എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെന്താണ് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യം? ഒരാളെ മുമ്പിലും ഇറക്കേണ്ടി വരുന്ന, യാചിക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഒരാളെ മുമ്പിലും തലകുനിക്കാതെ കൈ നീട്ടാതെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദില്ലത്താണ്, നിന്ദയാണ്. അൽ ഖറഉൽ മഹബ്ബ, സാധാരണ പറയും അറബിയിൽ, കടം ഇഷ്ടത്തിന് മുറിച്ചു കളയും. നല്ല ബന്ധമായിരിക്കും, കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ജന്മ ശത്രുക്കളായിട്ട് മാറും. പകലിൽ നിന്ദതയും രാത്രിയിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നതുമാണ് കടം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിന്റെ കയ്യിൽ കയറുണ്ട്, ആ കയറുമായി നീ കാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള വിറകുകൾ ശേഖരിച്ചിട്ട് അതിന് ഈ കയറ് കൊണ്ട് കെട്ടിയിട്ട് നീ നിന്റെ മുതുകത്ത് വേറിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് നിനക്ക് എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് നീ ജീവിക്കലാണ്. ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കാം, എന്റെ പ്രാരാബ്ദങ്ങൾ പറയുക, എന്നിട്ട് ജനങ്ങൾ ഒരുപക്ഷെ നൽകും, ഒരുപക്ഷെ നൽകാതിരിക്കും. ഈ അവസ്ഥ അതിനേക്കാൾ നല്ല നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് പോയി നീ വിറ്റ് നീ മാന്യമായി ജീവിക്ക് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് സുഹൃദ് എന്ന് പറഞ്ഞ ജീവപരിത്യാഗം ചെയ്ത മഹാനായിരുന്നു അദ്ദേഹം. എന്താ സംഭവം? ഭൗതികമായ എല്ലാ ഏർപ്പാടുകളോടും അങ്ങേയറ്റം അകൽച്ച പാലിക്കുന്ന വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് മാർക്കറ്റിനെ മുറുകെ പിടിച്ചോ. എന്താ മാർക്കറ്റ് മുറുകെ പിടിച്ചോന്ന് പറഞ്ഞാൽ കച്ചവടം വിട്ടേക്കരുത്. നമ്മളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലികളിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ 10, 35, 40 കൊല്ലം പണിയെടുത്ത പിന്നെ റിട്ടയർമെന്റ് ആയി പിന്നെ സുഖജീവിതം നയിക്കാന്ന ഇസ്ലാമിന്റെ കോൺസെപ്റ്റേ അതല്ല. നീ നിന്റെ ആയുസ് നാളെ പോകുമെങ്കിൽ ഇന്നും നീ അധ്വാനിക്കണം. കേരളത്തിൽ ആ പശ്ചാത്തലം നമ്മൾ കാണാറില്ല. കേരളത്തിന്റെ പുറത്ത് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാർദ്ധക്യത്തിൽ കണ്ടിട്ട് അയാൾക്ക് നേരെ ഈ കൊടുത്ത പണം എണ്ണാൻ പോലും ചിലപ്പോൾ പറ്റൂല, പക്ഷെ അയാൾ ജോലി ചെയ്യുന്നുണ്ടാവും, അയാൾ കച്ചവടം ചെയ്യുന്നുണ്ടാവും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, എനിക്ക് പറ്റോ, നിനക്ക് കുഞ്ഞാതെ നിൽക്കാൻ പറ്റിയ അങ്ങനെ പോയിട്ടെങ്കിൽ നീ കച്ചവടം ചെയ്യണം. അത് ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴാണ് അത് വിവാദത്തായി മാറുന്നത്. അതായത് കേരളം കുറെ ഉണ്ടാക്കണം എന്നല്ലേ ചിന്തിക്കുകയാണെങ്കിൽ ബഹുമാനികൾ അതിരിക്കും വിവാദത്തായി മാറുകയില്ല. മറ്റൊരു വ്യക്തിയോട് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുണ്ടായി, നീ ജനങ്ങളിൽ നിന്ന് നിരാശനാണ്, ജനങ്ങളുടെ 1 രൂപയിൽ നീ പ്രതീക്ഷ വെക്കല്ലേ. ഫലം ജനങ്ങളിൽ നിന്നും നിരാശ്രയാകലാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അന്തസ്സും മുതൽക്കൂട്ടയെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ള ആ ഒരു നിയ്യത്തും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾക്ക് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി പറ്റും. അവിടെയുള്ള പ്രയാസങ്ങളെ നമുക്ക് ഈ പറയപ്പെട്ടതുപോലെ ക്ഷമയുടെ കൂലിയുള്ളതാക്കി മാറ്റാനും വേണ്ടി പറ്റും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് അവർക്ക് സാമ്പത്തികമായി ഒരു ചുമതല അല്ലാഹുവില്ല. ഒരു ചുമതലയും എല്ലാം പുരുഷന്റെ തലയിലാണ്. നമ്മളിത് ആലോചിക്കുന്ന ഓരോ ആളുകളുടെയും ജോലി സ്ഥലത്ത് ജോബ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം എന്താ? ചൈനയിലും ജപ്പാനിലും ഒക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ മിസ്സായി പോകുക എന്നാണ്. ആളുകൾ കാണുന്നില്ല. എന്താ കാണാത്തത്? അവിടുത്തെ ജോലികൾ എന്ന് പറഞ്ഞാൽ 9, 10, 11 മണിക്കൂറാണ്. ആ ജോലിന്റെ സ്ട്രെസ് കൊണ്ട് അവർ എവിടെയെങ്കിലും ഒളിച്ചു കൊടുക്കുന്നത്, ചില ആത്മഹത്യ ചെയ്തുകൊണ്ട് എത്ര സ്ട്രെസ്സുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്ട്രെസ് കേവലം ദുനിയാവിന്റെ ഫിക്റിൽ മാത്രം പോയി ഭയങ്കര തെരുവുകൾ കേട്ടു, അല്ലെങ്കിൽ വെയിലത്ത് നിന്നു, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായി സവാബാക്കി മാറ്റാൻ സാധിക്കില്ല, കൂലിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ പറയപ്പെട്ടതുപോലെ ഞാൻ അധ്വാനിക്കുന്നത് ഇന്ന നീയത്തിലാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രയാസങ്ങൾക്കും ജോലിക്കിടയിലുള്ള അതിനൊക്കെ സവാബ് ലഭിക്കുമെന്നാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. എല്ലാം സമ്പാദിച്ച് ഇങ്ങനെ ഞാൻ തന്നെ തിന്നുക എന്നതല്ല ഇസ്ലാമിന്റെ കോൺസെപ്റ്റ്. നീ സമ്പാദിക്കണം, നീ നിനക്ക് വേണ്ടി സമ്പാദിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി സമ്പാദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, എല്ലാ മുസ്ലിമിനും ദാനം ചെയ്യൽ നിർബന്ധമാണ്. നമ്മളെല്ലാവരും അങ്ങനെ കിട്ടാം, ഇങ്ങോട്ട് എങ്ങനെ വസൂലാക്കാം എന്നുള്ളതാണ് മൊത്തത്തിൽ പഠനവും ചർച്ചയും.
നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി എന്തെല്ലാം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെ? ബെസ്റ്റ് സെല്ലേഴ്സ് ആയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. സൈക്കോളജി ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്ത് മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ. ഇതൊക്കെ ചർച്ച ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന, എങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് പണം ഉണ്ടാക്കാം. ഇസ്ലാം അത് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ പണം നിന്റെ മാത്രമല്ല, നീ കൊടുക്കാൻ തയ്യാറാകണം. അത് കൊടുക്കണം, പാവപ്പെട്ടവന്, ആവശ്യക്കാരന് നീ കൊടുക്കണം. അതെല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. സഹാബി ചോദിച്ചു, അങ്ങനെ കൊടുക്കാനുള്ള അത്ര എന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അയാൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും നേടട്ടെ സമ്പത്ത്, എന്നിട്ട് അതിന് സ്വതത്ത ചെയ്യട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലിയത്തിനുള്ള അടിസ്ഥാനപരമായ ഘടകമാണ് ഹലാലാവുക എന്നുള്ളത്. അധ്വാനിക്കാൻ തയ്യാറില്ലാത്ത വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത പണം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ ആളുകൾക്കും സമ്പത്ത് അത്യാവശ്യമാണ്. പ്രധാനം ചെയ്യുവാറട്ടെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ്. ഒന്നുകിൽ അധ്വാനിക്കണം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ്. അല്ലെങ്കിൽ എന്താവും? സമൂഹം ഹറാമായ വഴികളിലേക്ക് നീങ്ങും. ചെറിയ സെക്കൻഡുകൾ കൊണ്ട്, ചെറിയ സമയങ്ങൾ കൊണ്ട് എങ്ങനെ കോടികൾ ഉണ്ടാക്കാം, എങ്ങനെ തട്ടിപ്പിൽ കൂടി പണം ഉണ്ടാക്കിയെടുക്കാം, അതിനെന്തെല്ലാം പുതിയ പുതിയ മാധ്യമങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട് എന്നായിരിക്കും ഉമ്മത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ആ വഴികളിൽ പോകുമ്പോൾ താൽക്കാലികമായ വിജയം ലഭിച്ചു നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലും ആ സമ്പത്ത് ആസ്വദിക്കാനുള്ള ഗതി പോലും അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാലായ സമ്പത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി, അയാൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വലിയ പ്രയാസത്തിലായി. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുആഇന് വലിയ ഇജാബത്തുണ്ട്. അയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുആ ചെയ്യണം, പഠിച്ചവനെ എന്റെ കാര്യങ്ങൾ നീ ശരിയാക്കി തരണേ, എന്റെ കാര്യങ്ങൾ നീ ഹൈറാക്കി തരണേ, എന്റെ ദുആഇനെ നീ സ്വീകരിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ കഴിച്ച ഭക്ഷണം ഹറാമാണ്, അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രവും അവന്റെ ഭക്ഷണവും അവന്റെ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളും ഹറാമിൽ മുങ്ങി നിൽക്കുകയാണ്. അവൻ എങ്ങനെ ഇജാബത്ത് കിട്ടുക? പ്രിയമുള്ളവരെ, സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ല, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ. ഇൻഷാ അല്ലാഹ് അതൊരു വിശാലമായി ചർച്ച ചെയ്യേണ്ട മേഖലയാണ്. അള്ളാഹു നമുക്ക് ചർച്ച ചെയ്യാൻ ഹലാലായ മാർഗത്തിൽ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന നിർദ്ദേശം, പ്രവാചകന്മാരെ സത്യസന്ധമായത്, പരിശുദ്ധമായത് മാത്രം നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട്. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോ അല്ലെങ്കിൽ ഈ നോൺ വെജ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര നമുക്ക് ശ്രദ്ധയാണ്. ഇത് മുസ്ലിം അർത്ഥതാണോ, ആ മുസ്ലിമിന് തഴമ്പുണ്ടോ, 5 വക്ത് നിസ്കരിക്കുന്നവനാണോ, പാന്റ് നെയ്യാണിക്കുന്ന, ഭയങ്കര ശ്രദ്ധയാണ്. ഇത് മാത്രമാണ് നിങ്ങൾ ഹറാമ ഹലാലെന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ചത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി ഇത് ഭാഗമാണ് അതിന്റെ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരീക്ഷയുടെ പണം, കൊള്ളയുടെ പണം, തട്ടിപ്പിന്റെ പണം, പിടിച്ചെടുത്ത പണം, ഇതൊക്കെ നിഷിദ്ധമല്ലേ? നമുക്ക് മനസ്സിലാക്കി പെരുമാറാകട്ടെ. പരിശുദ്ധമായത് മാത്രം കഴിക്കുക. നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വേർപ്പ് തുള്ളികൾ ഒരിക്കലും പാഴാകുന്നില്ല. ഇസ്ലാമിന്റെ അടുത്ത കൺസെപ്റ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾ പകലിൽ അധ്വാനിച്ച് ക്ഷീണിതനായി രാത്രി വന്ന് കിടന്നുറങ്ങുമല്ലോ, ആ രാത്രി കിടന്നുറങ്ങി നേരം വിളിക്കുമ്പോഴത്തേക്ക് അവന്റെ ചെറുപാവങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കേണ്ട, പകല് മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും റിക്ഷ വലിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെയിലത്ത് പണിയെടുത്തിട്ടും വൈകുന്നേരം വന്ന് ക്ഷീണിതനായി കിടന്നുറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൗതികമായ കൂലിക്ക് പുറമെ അവന്റെ ചെറുപാവങ്ങളും കൂടി മാപ്പ് ചെയ്തു കൊടുക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ സമയത്തിനെയും നമ്മുടെ ആരോഗ്യത്തിനെയും നമുക്ക് അല്ലാഹു എന്തെല്ലാം വിഭവങ്ങൾ നൽകിയിട്ടുണ്ടോ നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ ഉപയോഗിക്കണം. അവസാനമായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഇതിങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്? നമ്മൾ ഒന്നുമില്ലാത്തൊരു ബക്കാലത്തിന്റെയും തസവ്വുരിന്റെയും അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. വെറുതെ ഒരു പണിയും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നില്ല. റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ജീവിതം ആസ്വദിക്കണം. റിട്ടയർമെന്റിന് ശേഷം ജീവിതം ആസ്വദിക്കണം. പ്രിയമുള്ള, ഈ ചിന്ത തന്നെ അപകടമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് ചിലപ്പോൾ ആരെങ്കിലും കണ്ട് പ്രധാനം ചോദിക്കും, ആരാണ്? ഇന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് മതിപ്പ് തോന്നി, ഈ ചെറുപ്പക്കാരനെ കുറിച്ച്. ഉമർദാന്റെ അടുത്ത ചോദ്യം എന്താ പറയുക? എന്താ മൂപ്പര് ജോലി എന്നാ? ഇപ്പൊ ചില ആളുകളെ പറ്റി പറയും ഇവർക്ക് പണിയൊന്നുമില്ല എന്ന് പറയും. ഉമർദാന് പറയും, ഉമർദാൻ അദ്ദേഹത്തിനോടുള്ള മതിപ്പൊക്കെ അങ്ങ് നഷ്ടപ്പെടും.
കാരണം എന്താ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിലും റാബിബുൽ ഇസ്ഫഹാനി പറയുന്നത് ഒരാൾ പണിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ അയാളെ പറ്റി മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂല. മനുഷ്യൻ എന്ന് പറയാൻ പറ്റും, എന്തെങ്കിലും ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ മസൂദ് പറയുന്നത്. ഒരു മനുഷ്യൻ ഒന്നിക്ക് തന്റെ ദീനിയായ പ്രയോജനത്തിന് എന്തെങ്കിലും കാര്യം ചെയ്യണം. ദീനിയായ പ്രയോജനത്തിന് നല്ല അറിവ് പഠിക്കണം, ദുആകൾ പഠിക്കണം, വിവാദം ചെയ്യണം. അത് പറ്റുന്നില്ല, 24 മണിക്കൂർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. നിന്റെ ദുനിയാവ് ഒരു പണിയും കിട്ടും. നമ്മളിങ്ങനെ പരാതിയാണ്. എന്താ പരാതി? സമ്പത്തില്ല, കടമാണ്, പ്രയാസമാണ്, പ്രാരാബ്ധമാണ്. എന്നാലോ ഒരു എക്സ്ട്രാ പണി എടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ മണ്ടേ ശീലിച്ചിട്ടുണ്ട് 9 മണി മുതൽ 5 മണി വരെ. അതിന് നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി 2 മണി മുതൽ 4 മണി വരെ നമുക്ക് ഫ്രീ പണം. നമ്മൾ ഉണ്ടാക്കിയ ശീലമാണ്. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പോലും നമുക്കാകുന്നില്ല. എന്നിട്ടോ ഈ പരാതിയുടെ പ്രളയം ഒട്ടും തീരുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയണം, ഒന്നിക്കൽ നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യും. ഈ നൽകിയ ഈ ശരീരം ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, 24 മണിക്കൂർ നിസ്കരിക്കാൻ പറ്റുന്ന ദുനിയാവിന്റെ ഹൈറിന്റെ ഉണ്ടെങ്കിൽ പണിയെടുക്കും. ഒരു സഹാബി മരിക്കാൻ വേണ്ടി കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്ത് പോയപ്പോൾ സഹാബി നബിയെ, ഞാൻ എന്റെ എല്ലാ സമ്പത്തും ഇതാ ദീനിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഇവ നിങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, എന്റെ ആവശ്യമില്ല എന്ന് അവരെന്നാ പിന്നെ പകുതിയും വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ മൂന്നിലൊന്ന് ധാരാളമാണ്. പക്ഷെ ഈ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. ലളിതങ്ങൾ പറഞ്ഞു, നീ മുഴുവൻ സമ്പത്തും ഈ പറയപ്പെട്ട പോലെ നൽകിയാൽ ഇവിടെ ചെലവഴിക്കാൻ ഒരുപാട് മസ്റഫുകൾ ഉണ്ട്, ഫക്കീർമാർ മിസ്കിന്മാർക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ അങ്ങനെ കൊടുത്താൽ നിന്റെ തലമുറ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് ജീവിക്കേണ്ടി വരും. നാട്ടുകാര് ജനങ്ങൾ പറയും, ആ വാപ്പ മരിച്ചിട്ട് പോകുമ്പോ എല്ലാം ദീനിന് കൊടുക്കുന്നതിന് പകരം, എല്ലാം പള്ളി കമ്മിറ്റിക്കും മദ്രസക്കും യതീംഖാനക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് പകരം സമ്പത്ത് നട്ടലോടുകൂടി നിലനിൽക്കാൻ മക്കൾക്ക് കുറച്ച് ബാക്കി വെച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തലമുറ പറയും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തിനെ നമ്മൾ ഹൈറിന് വേണ്ടി ഉപയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരു യാചകൻ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ, നബിയെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, എന്റെ വീട്ടിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ നിന്റെ വീട്ടിലുള്ളത്? അയാള് പറഞ്ഞു, 2 തുണിയുണ്ട്, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും 2 തുണി, പിന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു വലിയൊരു കൂജയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പോയി എടുത്തിട്ട് അദ്ദേഹം സദസ്സിലേക്ക് വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 2 ഇങ്ങനെ എടുത്തിട്ട് സദസ്സിനോട് ചോദിച്ചു, ഇത് വാങ്ങാൻ ആരാണ് തയ്യാർ? ഒരു സഹാബി പറഞ്ഞു, ഞാൻ 1 ദിർഹമിന് വാങ്ങാൻ. ഈ 2 തുണിയും ഒരു വെള്ളത്തിന്റെ ലോട്ടയും. നബി പറഞ്ഞു, ആരാണ് കൂടുതൽ നൽകാനുള്ള തയ്യാർ? 2 ദിർഹമോ 3 ദിർഹമൊക്കെ കൂടുതൽ നൽകാൻ ആര് തയ്യാർ? ഒരു സഹായം, നബിയെ ഞാൻ 2 ദിർഹം നൽകാം, എനിക്ക് നൽകിയിട്ട്. അത് ആവശ്യം ഉണ്ടായിട്ടല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരാണ് വാങ്ങാൻ തയ്യാറെന്ന് ആവശ്യപ്പെടുന്നു നിരാകരിക്കില്ല. അതൊരു മുഅ്മിന്റെ ഗുണത്തിൽപ്പെട്ടതല്ല. ആ സഹാബി വാങ്ങി, 2 ദിർഹം വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ദിർഹം ഈ വന്ന യാചകന് കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നീ റൊട്ടിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊടുക്കും. അടുത്ത 1 ദിർഹം കൊണ്ട് നീ മഴുവിന്റെ നമ്മളെ ഇരുമ്പിന്റെ ഭാഗം അത് വാങ്ങിയിട്ട് വാങ്ങുക. ഒരു മനുഷ്യനെ ട്രെയിനിങ് കൊണ്ട് പഠിപ്പിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി വെറുതെ ഇങ്ങനെ ഉപദേശം പഠിച്ച് വിടലല്ല. അതെല്ലാരെ കൊണ്ട് പറ്റും. ആരെ കൊണ്ട് പറ്റും? ആ മനുഷ്യൻ ആ മഴുവായിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മരം വെച്ച് പിടിപ്പിച്ചെടുത്ത് മുബാറക്കായ കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുമായിട്ട് നീ വിറക് വെട്ടാൻ വേണ്ടി പോകണം. 15 ദിവസത്തേക്ക് നിന്നെ ഈ പരിസരത്ത് കാണാൻ വേണ്ടി പാടില്ല. 15 ദിവസമാണ് നിബിധങ്ങൾ കൊടുത്ത ആ ട്രയൽ പീരീഡ്. 15 ദിവസം പോയിട്ട് അധ്വാനിക്കുന്നു പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് അയാൾ വന്നു. അയാൾ കയ്യിൽ 10 ദിർഹം. അയാൾക്ക് തന്നെ അല്ലെ, യാചകന്മാർക്ക് യാചിച്ച് യാചന ഒരു ശീലമായി. ആദ്യമൊക്കെ മടിയുണ്ടാവും ജനങ്ങളോട് പണം ചോദിക്കാൻ. പിന്നെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പ്രിയമുള്ളവർ സംഭവിക്കാൻ വേണ്ടി പാടില്ല. എന്നെ കൊണ്ട് എന്ത് പറ്റുമെന്ന് ചിന്തിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാണ് നിനക്ക് ഏറ്റവും ഹൈറ്. നീ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പിരിച്ചിട്ട് ചിലപ്പോൾ ദിർഹമൊക്കെ തന്നു പോയി, ആ സമയത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ നാളെ നീ വീണ്ടും യാചിക്കാൻ വേണ്ടി പോകും. ഈ യാചന നീ ഖിയാമത്ത് നാൾ വരുമ്പോൾ നിന്റെ മുഖത്തിൽ മാന്തി പൊളിച്ച പാടുകളുമായിട്ടാണ് വരിക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം സമ്പാദിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹലാലായ സമ്പാദ്യത്തിനാണ് പഠിപ്പിക്കുന്നത്. കുടുംബത്തിനെ പോറ്റണം. അവര് മറ്റുള്ളവർക്ക് യാചിക്കേണ്ടി വരാൻ വേണ്ടി പാടില്ല. ഹലാലായ സമ്പാദ്യമായിരിക്കണം. മാതാപിതാക്കളെ പോറ്റണം. നമുക്ക് നൽകിയ ഊർജത്തിനെ ഈ ഖൈറിന്റെ മാർഗങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് വീട്ടി തരുമാറാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ഏറ്റവും ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ എന്തെല്ലാം ഉദ്യോഗങ്ങൾ ചെയ്യുന്നതിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.